തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു തിരക്കേറിയ വഴിയിലായിരുന്നു പൊന്നമ്മയുടെ ദിനാരംഭം. പുലർച്ചെ 9 മണിക്ക് മുമ്പേ അവരുടെ ചെറിയ സ്റ്റോൾ തുറന്നുവെക്കും. അപ്പത്തിന്റെ മാവിന്റെ സുഗന്ധം, കറിയുടെ മണം എല്ലാം ചേർന്ന് ചെറിയൊരു ലോകം. "അമ്മേ, രണ്ടപ്പം?" സ്ഥിരം വരുന്ന അനീഷ് ചോദിച്ചു. പൊന്നമ്മ അവനോട് പറയുമായിരുന്നു, "മോനെ, പണിയില്ലാത്ത ദിവസവും വരണം, ഞാൻ അപ്പം തരാം, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ." അതായിരുന്നു പൊന്നമ്മയുടെ മനസ്സ്. എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം, എന്നാൽ ആ പുഞ്ചിരിക്കു പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾ. മകൻ കഴിഞ്ഞ വർഷം ദാരുണമായ അപകടത്തിൽ മരിച്ചിരുന്നു. പെൺകുട്ടിയായ മീര സൈന്യത്തിൽ ചേർന്ന് അതിർത്തിയിൽ കാവലായി നിന്നു. പൊന്നമ്മയുടെ ആശ്രയം അവർ വിൽക്കുന്ന അപ്പം മാത്രമായിരുന്നു. പൊന്നമ്മക്ക് ഒരു സ്വപ്നമുണ്ട്. മീരയുടെ കൈകൊണ്ട് അമ്മയുടെ സ്നേഹമുള്ള അപ്പങ്ങൾ എന്ന ബോർഡ് വെക്കണം, സമാധാനത്തോടെ ജീവിക്കണം. പക്ഷേ നഗരം മാറിക്കൊണ്ടിരുന്നു. വലിയ മാളുകൾ, കോഫി ഷോപ്പുകൾ, ബ്രാൻഡ് ബേക്കറികൾ. അതോടൊപ്പം തന്നെ എത്തിയ പുതിയ SI ഷിബു പുതിയ പദ്ധതിയുമായി വന്നു. ഈ പ്രദേശം വൃത്തിയാക്കണം, അനുമതിയില്ലാത്ത കുടിലുകൾ എല്ലാം നീക്കണം. അതിനാൽ ആ ദിവസം പൊന്നമ്മ പതിവ് പോലെ അപ്പം ഉണ്ടാക്കവേ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. "ഹേ അമ്മേ, ഇവിടെ കച്ചവടം നടത്താൻ പാടില്ലെന്നറിയില്ലേ?" "സർ, പല വർഷങ്ങളായി ഞാൻ..." "ഒന്നും പറയണ്ട." അയാൾ അപ്പങ്ങൾ ചവിട്ടിത്തെറിപ്പിച്ചു. ചട്ടിയിലുണ്ടായിരുന്ന ചൂടെണ്ണ ആ പാവം അമ്മയുടെ കൈകളിൽ വീണു. വേദനയും ഭയവും ചേർന്ന് കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. "സർ, ഇന്ന് വരുമാനമില്ലെങ്കിൽ മരുന്ന്..." SI ഷിബു ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോയി. ഷിബുവിനത് വെറും വൃത്തിയാക്കൽ ആയിരുന്നു. പക്ഷേ പൊന്നമ്മയുടെ ലോകം അന്നേ ദിവസം തകർന്നു. ആ രാത്രിയിൽ അവർ എടുത്ത ഒറ്റ ഫോൺ കോൾ. ദൂരെയുള്ള അതിരുകളിൽ നിന്ന് മകളുടെ ശബ്ദം കേട്ടു. "അമ്മേ, ആരാണ് നിങ്ങളെ കരയിപ്പിച്ചത്?" അത് കേട്ട മകളുടെ ഹൃദയം കോപം കൊണ്ട് നിറഞ്ഞു. "അമ്മേ, ഇനി ഒരാളും നിങ്ങളെ തൊടാൻ പാടില്ല." അതിരുകൾക്കപ്പുറത്തുള്ള ദേശീയ പ്രതിരോധ ക്യാമ്പിൽ രാത്രി കഠിനമായിരുന്നു. മഞ്ഞുവീഴ്ചയും തണുപ്പും ചേർന്ന് അവിടെ നിലനിൽക്കാൻ പോലും ധൈര്യം വേണം. എന്നാൽ മീരയുടെ മനസ്സിൽ ആ തണുപ്പിനേക്കാൾ കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അമ്മയുടെ വിങ്ങലിന്റെ ശബ്ദം. ഫോൺ കഴിഞ്ഞ ഉടൻ അവളുടെ കണ്ണുകളിലെ കരുത്തു മാറി. അതിൽ നിന്നുയർന്നത് ഒരു തീപ്പൊരി. അമ്മയെ ആരാണ് അപമാനിച്ചത്? തന്നോട് തന്നെ അവൾ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുലർച്ച അവൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. തിരുവനന്തപുരം നഗരം മനുഷ്യരുടെ തിരക്കിൽ മുങ്ങിയ ഒരു തിരമാല. അവിടെ തന്നെയാണ് അവളുടെ അമ്മയുടെ കൂടാരം. മീര എത്തിയപ്പോൾ പൊന്നമ്മ അപ്പം ചുടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കയ്യിൽ ഇപ്പോഴും പൊള്ളലിന്റെ ചുവപ്പ്. അവർ മകൾ കാണുന്നുണ്ടെന്നറിയാതെ കണ്ണുനീർ തുടച്ചു. മീര അടുത്തേക്കെത്തി, പക്ഷേ പുഞ്ചിരിച്ചു. "അമ്മേ, എനിക്ക് 2 അപ്പം തരുമോ?" പൊന്നമ്മ തിരിഞ്ഞ് മകളെ കണ്ട ആ നിമിഷം മുറിയേറ്റ ഹൃദയമൊക്കെ ഒരു ചിരിയിൽ മറഞ്ഞു. "മീര, നീ ഇവിടെ എങ്ങനെ?" മീര അവരുടെ കൈ പിടിച്ചു. "അമ്മേ, അമ്മ വേദനിച്ചാൽ ഞാൻ വരില്ലേ?" പൊന്നമ്മ ഒന്നും പറയാതെ കയ്യിലുള്ള പൊള്ളൽ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ മീര അപ്പോഴേക്കും അത് കണ്ടിരുന്നു. അവൾ ഗൗരവത്തോടെ പറഞ്ഞു, "അമ്മേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിയമം നമ്മളെ സംരക്ഷിക്കാനുണ്ട്. നമുക്ക് നീതി വേണം." അന്ന് തന്നെ മീര തീരുമാനിച്ചു. ഫോൺ, നിയമങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു. അവൾക്കറിയാമായിരുന്നു താൻ ഒറ്റക്കല്ല എന്ന്. പൊന്നമ്മയുടെ കണ്ണുകൾ അന്ന് പുതുതായി തെളിഞ്ഞു. ആ വൈകുന്നേരം പൊന്നമ്മക്ക് ആദ്യമായി തോന്നി, "എന്റെ മകളാണ് എന്റെ ശക്തി." രാത്രിയായപ്പോൾ മീര തന്റെ ഒരുക്കം പൂർത്തിയാക്കി. രാവിലെ ആദ്യ വെളിച്ചം പോലെ അവൾ ഒരു തീരുമാനമെടുത്തു. "ഞാൻ നീതി തേടും." രാവിലെ ആയപ്പോൾ മീര ലാപ്ടോപ്പ് തുറന്ന് നിയമങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ചു. വഴിയോര വ്യാപാരികളുടെ അവകാശങ്ങൾ, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യത്തിൽ നിയമം ശക്തമായിരുന്നു. പൊന്നമ്മ ഉറങ്ങിക്കിടക്കുന്നു, മകൾക്ക് ആശ്വാസമെന്ന പോലെ. അമ്മയുടെ വിശ്വാസം മീരക്ക് കൂടുതൽ കരുത്തായി. അവൾ കൃത്യമായി രേഖപ്പെടുത്തി. SI ഷിബുവിന്റെ അമിത അധികാര ഉപയോഗം, പൊള്ളലേറ്റ പരിക്ക്, വരുമാനം തടസ്സപ്പെടുത്തിയ തെളിവുകൾ, ദൃക്സാക്ഷി അനീഷ് ഉൾപ്പെടെ. ഒരു സൈനികയായാലും നിയമത്തിന്റെ വഴിയിൽ നടക്കുക, അതായിരുന്നു മീരയുടെ ധർമ്മം. നിയമം ആദ്യം, ശക്തി പിന്നെ. ക്യാമ്പിൽ അതായി
ഇതായിരുന്നു നിബന്ധന. അതിനുശേഷം അവൾ ഫോൺ എടുത്തു. സ്റ്റേഷനിലെ നമ്പർ ഡയൽ ചെയ്തു. SI ഷിബുവിനെ കാണണം. ഒരു ഔദ്യോഗിക പരാതിയുമായി ഞാൻ വരുന്നു. ശബ്ദത്തിൽ അധികാരം. അവിടേക്ക് ഒരു സൈനിക ലഫ്റ്റനന്റ് നീതിക്കാരി വരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. തിരുവനന്തപുരം നഗരത്തിലെ പോലീസ് സ്റ്റേഷൻ. മുന്നോട്ട് കുതിക്കുന്ന വാഹനങ്ങളുടെ ശബ്ദവും അവിടെ ഇരിക്കുന്നവരുടെ ഭയത്തോട് ചേർന്ന അന്തരീക്ഷവും. മീര സ്റ്റേഷനിൽ കാൽ വെച്ചു. SI ഷിബുവിന്റെ മേശയ്ക്ക് മുന്നിൽ മീര എത്തി നിൽക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, ഏതാ കേസ് മാഡം? മീര ഗൗരവത്തോടെ മറുപടി നൽകി, എന്റെ അമ്മയുടെ ആത്മാഭിമാനത്തിന്റെ കേസാണ്. അവൾ ID കാർഡ് മേശപ്പുറത്ത് വെച്ചു. ലഫ്റ്റനന്റ് മീര, പൊന്നമ്മയുടെ മകൾ, അധികാരത്തിന്റെ ഉറച്ച തെളിവുമായി. ഷിബുവിന്റെ മുഖത്ത് പേടിയുണ്ടായിരുന്നെങ്കിലും അഹങ്കാരത്തിന്റെ ശബ്ദം മാറിയില്ല. മാഡം, അതൊരു ചെറിയ തെറ്റിദ്ധാരണ. അവൾ അവനെ തടഞ്ഞു. ചെറിയ തെറ്റിദ്ധാരണേ? ഒരു കൈ പൊള്ളിച്ചു. ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശമാണ് നിങ്ങൾ നിഷേധിച്ചത്. അതൊരു തെറ്റിദ്ധാരണയാണോ? രേഖകൾ അവന്റെ മുന്നിൽ വെച്ചു. മീര സമാധാനമായി പറഞ്ഞു, നീതി നാളെ മാത്രമല്ല, ഇന്നു തന്നെ നടപ്പിലാക്കണം. മീരയുടെ കണ്ണുകളിൽ ഒരു തീ ജ്വലിക്കുന്നുണ്ടായിരുന്നു. പൊന്നമ്മയുടെ അപ്പങ്ങൾ. ഇതൊരു കച്ചവടമല്ല, ഇതൊരു ജീവിത മാർഗമാണ്. ഷിബുവിന് ഇനി തിരിച്ചടിക്കാൻ ഒന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ നടന്നത് ഒരു നടപടിക്രമമായിരുന്നില്ല, ഒരു ജാഗ്രതാ വിളി. അത് നഗരത്തിലൊക്കെ പരന്നു. പൊന്നമ്മ എന്നൊരമ്മയുടെ നീതി തേടി അവരുടെ മകൾ വന്നിരിക്കുന്നു. വഴിയോരത്ത് വർഷങ്ങളായി ഇതേപോലെ നേരിടേണ്ടി വന്ന വ്യാപാരികൾക്ക് ഇതൊരു പ്രതീക്ഷയായി മാറി. അനീഷ് ഓടി വന്ന് പൊന്നമ്മയോട് പറഞ്ഞു, അമ്മേ, നിങ്ങളിനി ഒറ്റക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. ചിലർ പ്ലാസ്റ്റിക് കസേരകൾ വെച്ച് പൊന്നമ്മയുടെ ചുറ്റും ഇരുന്നു. ഈ കാര്യങ്ങൾ പൊന്നമ്മയുടെ കണ്ണുകളിൽ അനുഭവിക്കാത്ത ധൈര്യം പകർന്നു. ഇതേ സമയം മീര രേഖകൾ നൽകുകയും കേസിന് ഔദ്യോഗികത കിട്ടുകയും ചെയ്തു. അവൾ സൈന്യത്തിൽ നിന്ന് പഠിച്ചത് ഒരു ജനത്തിനു വേണ്ടി നിന്നാൽ താനത് സ്വന്തം പോരാട്ടമായി കാണണം എന്നായിരുന്നു. പോലീസ് കേസ് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി. SI ഷിബുവിന്റെ മനസ്സ് ഉത്സാഹം നഷ്ടപ്പെട്ട പൂച്ചയെ പോലെ ആയിരുന്നു. അവൻ മനസ്സിലാക്കി, തന്റെ അധികാരം ദുർബലരെ ഇടിക്കാനല്ല, അവരെ സംരക്ഷിക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അവൻ പൊന്നമ്മയുടെ സ്റ്റോളിന്റെ മുമ്പിൽ തല താഴ്ത്തി നിന്നു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. പൊന്നമ്മ അവനെ കൗതുകത്തോടെ നോക്കി. എന്റെ മകളോട് പറഞ്ഞോളൂ. അവൻ മീരയുടെ മുന്നിൽ കൈമടക്കി. തെറ്റു പറ്റിപ്പോയി മാഡം, ഇനി ഉണ്ടാകില്ല. നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി, അത് മതി. പക്ഷേ ഇനി ഒരു വഴിയോര വ്യാപാരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. SI ഷിബു തലകുനിച്ച് സമ്മതിച്ചു. വഴിയമ്പലം മുഴുവൻ ഒരു ആഹ്ലാദത്തിന്റെ സ്പന്ദനം. അപ്പം വാങ്ങാൻ പുതിയ ആളുകൾ വന്നു. അവയിൽ ഒരു കൊച്ചു പെൺകുട്ടി ഒരു നാണയം നീട്ടി പറഞ്ഞു, അമ്മേ, ഈ അപ്പങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊന്നമ്മ ആ നാണയം സ്വീകരിക്കുമ്പോൾ അവരുടെ കയ്യിൽ മീരയുടെ കരുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ചെറിയ വഴിയോര സ്റ്റാൾ വെറും ഒരു കച്ചവട സ്ഥലം മാത്രമല്ല, അത് പൊന്നമ്മയുടെ വിജയമായിരുന്നു. മീരയുടെ ധൈര്യവും ഒരു അമ്മയും മകളും പങ്കിട്ട നീതിയുടെ അടയാളം. നഗരവാസികൾ പറഞ്ഞു, അവിടെ കിട്ടുന്ന അപ്പം ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല, അതിൽ അഭിമാനത്തിന്റെ രുചിയുമുണ്ട്. കാലത്ത് പതിവായി മീര സൈനികയുടെ നിയന്ത്രണത്തോടെ പൊന്നമ്മയുടെ സ്റ്റാൾ ക്രമപ്പെടുത്തി. തുണിത്തറ പണിതു, ബോർഡ് ഉയർത്തി. പൊന്നമ്മയുടെ സ്നേഹത്തിന്റെ അപ്പങ്ങൾ. അന്ന് ഒരു പിതാവ് മകനുമായി സ്റ്റാളിന്റെ മുന്നിലെത്തി. ഇവിടെ കിട്ടുന്ന അപ്പങ്ങൾ ഹീറോകൾ ഉണ്ടാക്കിയതാണെന്ന് കേട്ടല്ലോ. പൊന്നമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹീറോ ആയ അമ്മയുമുണ്ട്, മകളുമുണ്ട്. മീര അവളെ അമ്മയെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ അഭിമാനവും കണ്ണുനീറും ചേർന്നിരുന്നു. പൊന്നമ്മയുടെ കടയിലേക്ക് മറ്റൊരു ഹൃദയസ്പർശിയായ അതിഥി മീരയുടെ സുഹൃത്തായിരുന്നു രാജീവ്. അവൻ പൊതുകൂട്ടത്തിനു മുന്നിൽ പറഞ്ഞു, രാജ്യത്തെ സംരക്ഷിക്കുന്നവർ മാത്രമല്ല, ഇവരെ വളർത്തിയ മാതാപിതാക്കളും രാജ്യത്തിന്റെ വീരരാണ്. ആ വാക്കുകൾ പൊന്നമ്മയുടെ ഹൃദയത്തിൽ ഒരു സ്വർണ്ണ മുദ്ര പോലെ പതിഞ്ഞു. അവർ തന്റെ പാതി പൊള്ളലേറ്റ കൈ മടിയിൽ വെച്ച് പറഞ്ഞു, എന്റെ മകൾ എന്നെ സംരക്ഷിക്കുന്നു, എനിക്കത് മതി. ആളുകളുടെ ശബ്ദങ്ങൾ അപ്പത്തിന്റെ ചൂടിനൊപ്പം ഉയർന്നു. ആരും അറിയാത്ത പൊന്നമ്മയുടെ മനസ്സിൽ നാളുകളോളം അടച്ചുവെച്ച ആത്മാഭിമാനം ഇന്ന് വീണ്ടും മുളച്ച് പൂത്തു പുറപ്പെട്ടു.
മീര അടുത്തെത്തി അമ്മയുടെ കൈ പിടിച്ചു. ആ പഴയ പൊള്ളലിൽ ഇപ്പോൾ വേദനയില്ല, അഭിമാനത്തിന്റെ ചൂട് മാത്രം. അമ്മേ, നിങ്ങൾക്കറിയോ, ഈ കൈ തന്നെയാണ് എന്നെ സൈനികയാക്കിയത്. പൊന്നമ്മയുടെ കണ്ണുകളിൽ തിളങ്ങുന്ന ഒരു കനൽ. എനിക്ക് വേണ്ടത് നിന്റെ സന്തോഷം മാത്രമാണ് മോളെ. ദിവസം മുഴുവനും അപ്പങ്ങൾ വിറ്റ് തീർന്നു. പണം എണ്ണിയപ്പോൾ പൊന്നമ്മ അമ്പരന്നു. ഇത്ര പണമോ? എപ്പോഴാണ് ഞാൻ ഇത്ര വരുമാനമുണ്ടാക്കിയത്? മീര ചിരിച്ചു. ഇത് അപ്പത്തിന്റെ വിലയല്ല അമ്മേ, നീതി തേടിയ സ്ത്രീയുടെ വിലയാണ്. ആ രാത്രി അവരുടെ ചെറിയ വീട്ടിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ പൊന്നമ്മയുടെ ഹൃദയം നിശ്ചലമായി പറഞ്ഞു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. പൊന്നമ്മയുടെ സ്റ്റോളിന് മുന്നിൽ ഇപ്പോൾ തിരക്ക് കൂടിക്കൊണ്ടിരുന്നു. മീരയുടെ ഇടപെടലും നീതി നേടിയ കഥയും സോഷ്യൽ മീഡിയയിൽ പടർന്നു. ചിത്രങ്ങളും വീഡിയോകളും. ധൈര്യശാലിയായ സൈനിക മകൾ അമ്മയുടെ നീതിക്കായി പൊരുതി എന്ന തലക്കെട്ടുകൾ പത്രത്തിൽ നിറഞ്ഞു. ക്യാമറകൾ പൊന്നമ്മയിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ ഒന്ന് ആശങ്കയായി. ലോകത്തിന്റെ ശ്രദ്ധ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ എന്നിരുന്നെങ്കിലും അവരുടെ സംസാരത്തിൽ നിശബ്ദമായ ശബ്ദം ശക്തമായി ഉയർന്നു. ഞങ്ങൾ പാവപ്പെട്ടവരല്ല, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. മീരയുടെ സൈനിക ക്യാമ്പിൽ സഹപ്രവർത്തകർ അവളെ കണ്ടപ്പോൾ കൈയടിച്ച് നന്ദി പ്രകടിപ്പിച്ചു. ഒരു സൈനികന്റെ കരുത്ത് വീട്ടിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നമ്മൾ പറയുന്നു, നീ അത് തെളിയിച്ചു. മീര പുഞ്ചിരിച്ചു, പക്ഷേ കണ്ണുകളിൽ ഒരു സങ്കടത്തിന്റെ ചായം. അവളുടെ ചിന്ത, അമ്മ തനിച്ചാണ് നാട്ടിൽ, പക്ഷേ അവൾ അഭിമാനിച്ചിരുന്നു തന്റെ അമ്മയെ സംരക്ഷിക്കാൻ പറ്റിയല്ലോ എന്നാലോചിച്ച്.